ഒരു ഫുട്ബോൾ മത്സരത്തിനിടയിൽ നോർവേ ആരാധകർ പ്രകടമാക്കിയ ആഘോഷമല്ലാതെ ഇംഗ്ലണ്ടിനോട് തോറ്റു സ്വന്തം ടീം, ആ ടീം തിരികെ മടങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ട ശേഷവും ആ ലോകകപ്പിലെ ആവേശ നിമിഷമായിട്ടുള്ള വൈക്കിംഗ് റോയിങ് അവസാനമായി ആ ലോകകപ്പിലെ ആരാധകർക്ക് വേണ്ടി, താരങ്ങൾക്ക് വേണ്ടി അവർ പ്രകടമാക്കുകയായിരുന്നു. ആ ആവേശം ഓസ്ലോയിൽ നിന്നുള്ള കാഴ്ചയാണത്. ലോകകപ്പിൽ ഇതുവരെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ആരാധക വൃന്ദമായി ഈ നോർവേ ടീം മാറിയത് ഈ വൈക്കിംഗ് റോയിങ് കൊണ്ടാണ്. അങ്ങനെ അവർ അവസാനമായും ലോകവേദിയിൽ മത്സരം നടന്നപ്പോൾ സ്വന്തം ടീം തോറ്റപ്പോൾ ആ വൈക്കിംഗ് റോയിങ് നടത്തി. അങ്ങനെ അവർ നോർവേ ലോകകപ്പിനോട് വിട പറഞ്ഞു. ഇംഗ്ലണ്ട് സെമിയിൽ, ഒപ്പം അർജന്റീനയും. വിശദമായി നോക്കാം ആരൊക്കെ സെമി കടക്കുമെന്ന്. സ്വാഗതം ഫുട്ബോളത്തെ. അർജന്റീനയും ഇംഗ്ലണ്ടും ക്വാർട്ടർ ഫൈനൽ എന്ന കടന്നെത്തിയതോടുകൂടി ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം അത് വ്യക്തമായി. ഫ്രാൻസ് സ്പെയിൻ ആദ്യ സെമി ബുധനാഴ്ചയാണ്. അർജന്റീന ഇംഗ്ലണ്ട് സെമി വ്യാഴാഴ്ചയും. രാത്രി 12:30-ക്കാണ് ഈ രണ്ട് മത്സരങ്ങൾ. നാൽപ്പത്തിനാല് ടീമുകളാണ് കളമൊഴിഞ്ഞത്. ഇനി അവർ 4 പേർ മാത്രം. ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 4 സ്ഥാനക്കാർ തന്നെ ലോകവേദിയിൽ മുന്നിലെത്തി. ഫ്രാൻസ്, അർജന്റീന, സ്പെയിൻ, ഇംഗ്ലണ്ട്. ഇവരിൽ ഒരാൾക്ക് സ്വന്തം ആ ലോക കിരീടം. ആദ്യ സെമി യൂറോപ്യൻ ക്ലാസിക്കാണ്. സ്പെയിനും ഫ്രാൻസും മുഖാമുഖമെത്തുന്ന കിടലൻ പോര്. ഈ ടൂർണമെന്റിൽ ഒരിക്കൽ പോലും ഗാംഭീര്യം വിടാതെ പോരാടിയ ഫ്രാൻസും മധ്യനിരയിലെ മേധാവിത്വം കൊണ്ട് കളം നിറയുന്ന സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ പരിധികളില്ലാത്ത ആരവം പ്രതീക്ഷിക്കാം. കിലിയൻ എംബാപ്പയുടെ ഫ്രഞ്ച് പടയ്ക്ക് ഈ ടൂർണമെന്റിന്റെ ഒരു ഘട്ടത്തിലും വെല്ലുവിളി ഉണ്ടായിട്ടില്ല. വേഗതയ്ക്കും ആക്രമണത്തിനും പ്രാധാന്യം നൽകിയുള്ള ഹൈബ്രിഡ് ശൈലിയാണ് സ്പെയിനിന് കരുത്താവുന്നത്. ക്വാർട്ടറിൽ ബെൽജിയം നേടിയ ഗോൾ മാറ്റി നിർത്തിയാൽ ഗോൾ വഴങ്ങിയതിന്റെ ക്ഷതമില്ല സ്പാനിഷ് സംഘത്തിന്. ഒരുപക്ഷെ ഈ ലോകകപ്പിൽ ഫ്രാൻസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ കടമ്പയായിരിക്കും സ്പെയിൻ. രണ്ടാം സെമി സംഭവബഹുലമാകുമെന്ന് ഉറപ്പിക്കാൻ ലോകകപ്പ് ചരിത്രം പരിശോധിച്ചാൽ മാത്രം മതി. 1966 ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന ക്യാപ്റ്റൻ റാറ്റിൻ കണ്ട ചുവപ്പുകാട്. 86 ലോകകപ്പ് ക്വാർട്ടറിൽ ദൈവത്തിന്റെ കരസ്പർശവും പിന്നാലെയുണ്ടായ നൂറ്റാണ്ടിലെ ഗോളും. 98 പ്രീ ക്വാർട്ടറിൽ ചുവപ്പുകാട് കണ്ടു മടങ്ങിയത് ഡേവിഡ് ബെക്കാം. 2002 അതേ ബെക്കാം തന്നെ പെനാൽറ്റിയിലൂടെ ഗോൾ അടിച്ച് നടത്തിയ പകരം വീട്ടൽ. എന്നും വീറും വാശിയും കളം വാഴാറുണ്ട് അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ വരുമ്പോൾ. 2005 ശേഷം അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയിട്ടേയില്ല. അതായത് ലയണൽ മെസ്സി ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിനെ നേരിടാൻ പോകുന്നത്. ഗോളടി മികവിൽ നിൽക്കുന്ന ഇംഗ്ലണ്ടും തിരിച്ചുവരവുകളിലൂടെ മനക്കരുത്ത് പ്രകടമാക്കുന്ന അർജന്റീനയും വിഖ്യാതമാകാൻ പോകുന്ന പോരിനാണ് തയ്യാറെടുക്കേണ്ടത്. 2 മികച്ച പരിശീലകരുടെ തന്ത്രങ്ങൾ കൂടിയാകും രണ്ടാം സെമിയിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ശ്വാസമടക്കി ലോകകപ്പ് കാണുന്ന ആരാധകർക്ക് ഇനി അവശേഷിക്കുന്നത് ലൂസേഴ്സ് ഫൈനൽ ഉൾപ്പെടെ 4 പോരാട്ടങ്ങൾ മാത്രം. വ്യാഴാഴ്ച നേരം പുലരുമ്പോൾ വ്യക്തമാകും ആ സ്വപ്ന കിരീടം തേടിയിറങ്ങുന്നവർ ആരൊക്കെയെന്ന്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ആ സ്വപ്ന കിരീടം തേടിയിറങ്ങാൻ ആർക്കൊക്കെയാണ് പ്രാപ്തി ഉണ്ടാവുക, ആരൊക്കെയാണ് പ്രാപ്തരാവുക? ചോദ്യം അതുമാത്രമാണ്, മറ്റൊന്നുമില്ല. ഗിഫ്റ്റി ഗ്രേഷ്യസ്, ജോസഫ് ജോർജ്, 2 പേർ നമ്മോടൊപ്പം ഉണ്ട്. ഗിഫ്റ്റി കേരള പ്ലെയർ, ജോസഫ് ഫുട്ബോൾ കമന്റേറ്റർ, ഒപ്പം ഫുട്ബോൾ അനലിസ്റ്റ്. 2 പേർക്കും സ്വാഗതം. ഗിഫ്റ്റി അർജന്റീന ആരാധകനാണ് എന്ന് നെഞ്ചിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മറുവശത്ത് സ്പാനിഷ് ജേഴ്സിയാണല്ലോ ജോസഫ്. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റിക്ക് എന്തായാലും സന്തോഷമായി കാണുമല്ലോ ഇന്നത്തെ ഒരു ഫലം കൊണ്ട്. പക്ഷേ അത്ര ഹാപ്പിയാണോ? തീർച്ചയായിട്ടും നമുക്ക് ഹാപ്പിയാണ്. എന്താ വെച്ചാൽ നമുക്ക് ഓരോ ജയവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇപ്പൊ നമ്മള് കളി അർജന്റീന അത്ര വലിയ കളി കളിക്കുന്നില്ല എന്ന് ആൾക്കാർ മൊത്തം പറയുന്നുണ്ട്. പക്ഷെ 90 മിനിറ്റ് എന്താണ് റിസൾട്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കാര്യം. ഇപ്പൊ നമുക്ക് മാച്ച് ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ വേൾഡ് കപ്പ് തന്നെ ജയത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ജയം അത്ര അനിവാര്യമായിരുന്നു. ഇന്ന് ജയിച്ചു, വളരെ സന്തോഷമുണ്ട്.
അല്ല, ഓക്കെ, ജയിച്ചു എന്നുള്ളത് ശരിയാണ്. സ്കോർ കാർഡാണ് ഏറ്റവും അവസാനം ഫൈനൽ വിസിൽ വരുമ്പോൾ എന്താണ് സ്കോർ കാർഡ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മാറ്റർ. അത് മാത്രമാണ് പരിഗണിക്കുന്നുള്ളൂ. പക്ഷേ ഈ ചില ചോദ്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ അന്തരീക്ഷത്തിൽ. ഇതുപോലൊരു പ്രകടനം കൊണ്ട് സ്പെയിനെയോ അല്ലെങ്കിൽ ഫ്രാൻസിനെയോ ആരുമാവട്ടെ അവരെയൊക്കെ മറികടക്കാൻ സാധിക്കുമോ? ഇത്രയും ഒരു ലേസിനെസ് പ്രകടമാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ സ്വാഭാവികമായിട്ടും ആരാധകർ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരിക്കലും വരാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് കേപ്പവർത്തിനോടുള്ള 3-2 സ്കോർ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ വെച്ചു ഇതുകൊണ്ട് ഈജിപ്തിന്റെ അടുത്ത് പോയ ഈജിപ്തിന്റെ തോൽവി വന്നു. അതേ ഈജിപ്തിന്റെ അടുത്ത് 79 മിനിറ്റ് വരെ 2 ഗോളിന് ഡൗൺ ആയിരുന്നു. അതിനുശേഷം 3 അടിച്ച് തിരിച്ചു വന്നു. അതിനുശേഷമാണ് ഇപ്പൊ സ്വിറ്റ്സർലാൻഡിനോട് വരുന്നത്. സ്വിറ്റ്സർലാൻഡിനോടാണെങ്കിലും 1 ഗോള് ലീഡായിരുന്നു, 1-1. പിന്നെ ഇഞ്ചുറി ടൈമിൽ 2 ഗോൾ അടിച്ച് 3-1 ജയിച്ചു. അപ്പൊ നമ്മൾ ഓരോ മാച്ചിനും ഓരോ സിസ്റ്റമാണ് കലോണി ഇറക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു ചെറിയൊരു മാച്ചിലെ ഒരു പെർഫോമൻസ് വെച്ച് ഒരിക്കലും അർജന്റീനയെ വിലയിരുത്താനായിട്ടില്ല. നോക്കൌട്ട് മാച്ചിൽ ഇപ്പൊ അർജന്റീന നല്ല ഫോമിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പെർഫോമൻസ് അല്ല, ഇപ്പൊ 80 മിനിറ്റ് വരെ അർജന്റീന എനിക്ക് തോന്നുന്നത് ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കുന്ന പോലെ അത്ര ലേസിനെസ് ആണ് കാണുന്നത്. പക്ഷെ അതിനുശേഷമുള്ള ഒരു 10 മിനിറ്റിൽ കളി നിയന്ത്രിക്കുന്നുണ്ട്. ജയം എന്തായാലും എല്ലാ കളിയും ഇപ്പൊ എടുക്കുന്നുണ്ട്. അപ്പൊ എക്സ്ട്രാ ടൈമിലോട്ടൊക്കെ വരുമ്പോൾ അർജന്റീന കൂടുതലും ജയിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. ഇപ്പൊ ഇംഗ്ലണ്ടാന്ന് പറയുന്നത് ശക്തരാണ്. പക്ഷെ മാച്ച് വരുമ്പോ ഇപ്പൊ ഒരിക്കലും നമുക്ക് ഇംഗ്ലണ്ടിന്റെ ആധിപത്യം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ വെച്ചാൽ അത്ര എളുപ്പമായിരിക്കില്ല അർജന്റീന. ഇപ്പൊ ബാക്കിയുള്ള മത്സരം പോലെ ആയിരിക്കില്ല. അപ്പൊ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നമ്മള് സ്കോറിൽ ഒരു വിന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പോ കഴിഞ്ഞ 2022 വേൾഡ് കപ്പിൽ അർജന്റീന വെച്ച് നോക്കുമ്പോൾ ഈ വേൾഡ് കപ്പിൽ പ്രകടനം വളരെ മോശമാണ്. പക്ഷെ ജയിക്കുന്നുണ്ട് മത്സരങ്ങൾ. അതൊരു വേറൊരു ഫാക്ടറാണ്. ഓക്കെ, ഇത് തന്നെയാണ് സ്കലോണി മത്സരശേഷവും പറഞ്ഞത്. ഞങ്ങൾ 2022 ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെ പോകുന്നു, പക്ഷേ അന്ന് ഇതിലും നന്നായി കളിച്ചിരുന്നു എന്ന് സ്കലോണി സമ്മതിക്കുകയും ചെയ്തു. ജോസഫ്, ഇനി അർജന്റീനയുടെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യ സെമിയിലേക്ക് വരാം. സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ്, സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. എംബാപ്പെ, അവിടെ യമാൽ. ഇനി ഡിഫൻസ് നോക്കുകയാണെങ്കിൽ സ്പെയിനിന് എഡ്ജുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രാൻസിൻ്റെ മുന്നേറ്റത്തെ പറയുകയാണെങ്കിൽ അവിടെ ഫ്രാൻസിന് എഡ്ജുണ്ട്. ഇങ്ങനെ തുലനം ചെയ്യുമ്പോൾ കയറി ഇറങ്ങിയും ഒരു സിക്സാഗ് പോലെ നമുക്ക് വരയ്ക്കേണ്ടി വരും. ഈ രണ്ട് ടീമുകളെയും ചേർത്ത് വെക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ജോസഫ്? സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും മികച്ച അറ്റാക്കും ഏറ്റവും മികച്ച ഡിഫൻസും തമ്മിലുള്ള ഒരു മത്സരമാണ് ഫ്രാൻസ് സ്പെയിൻ. സ്പെയിൻ ആരാധകനല്ല കേട്ടോ, സ്പെയിൻ ജേഴ്സിയും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ അറ്റാക്ക് അവര് നിരത്തി പിടിച്ച് ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ അവർ ഒത്തിരി അവസരങ്ങൾ പാഴാക്കുന്നുമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മത്സരം എത്ര അവസരങ്ങൾ വേണ്ടി വരും? കാരണം സ്പെയിൻ കുറച്ച് അവസരമേ കൊടുക്കുള്ളൂ, ഒത്തിരി അവസരം കൊടുക്കില്ല. നമ്മൾ ഇതുവരെയുള്ള കളികൾ നോക്കിയാൽ വ്യക്തമാണ്. ഒരു ഒറ്റ ഗോളെ വഴങ്ങിയിട്ടുള്ളൂ ബെൽജിയത്തിനെതിരെ. അതല്ലാതെ മൊത്തം ക്ലീൻ ഷീറ്റ് നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് അവരുടെ ഡിഫൻസിനും അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ആങ്കറിങ് കളിക്കുന്ന റോഡ്രി. ഒരുപക്ഷെ ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന റോഡ്രിയാണ്. നമ്മൾ പൊതുവെ ഗോൾ അടിക്കുന്നവരുടെ പുറകെ പോകും, അല്ലെ ഗോൾ കീപ്പർമാർ സേവ് ചെയ്യുമ്പോൾ ക്ലീൻ ഷീറ്റ് അവർക്ക് ക്രെഡിറ്റ് കൊടുക്കും. പക്ഷെ റോഡ്രി കളിക്കുന്നത് വേറൊരു ലെവലിലാണ്. ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ഡിഫൻസിന് സപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവിടുന്ന് പന്തെടുത്ത് ലൈൻ ബ്രേക്കിംഗ് പാസുകളിലൂടെ ഓപ്പണന്റ് സ്പേസ് മുഴുവൻ ക്ലിയർ ആക്കി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ എംബാപ്പയും ലമിൻ യമാലിനേക്കാളും കൂടുതലും അദ്ദേഹത്തിന്റെ റോളാണ്, റോഡ്രിയുടെ റോളാവും ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനം. സാധ്യത കൂടുതലും ഫ്രാൻസിന് തന്നെയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ സെമിയിൽ കണ്ടു, അതുപോലെ യുഎഫ നേഷൻസ് ലീഗിന്റെ ഫൈനലിൽ കണ്ടു, രണ്ടും സ്പെയിനാണ് അടിച്ചത്. ലമിൻ യമാൽ ഓൾറെഡി ചെറിയൊരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അവര് നന്നായിട്ട് തന്നെ ഞങ്ങളെ കാണും മുൻതൂക്കം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രാൻസ് കുറച്ചുകൂടെയും വീറും വാശിയോടെ കളിക്കും. ഒലിസ് ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ലെങ്കിലും ഗോൾ ഇഷ്ടം പോലെ അടിപ്പിക്കുന്നുണ്ട്. അപ്പം ഡെംബലെ എംബാപ്പെ രണ്ടുപേരും ഗോൾ അടിക്കുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസിനാണ് മുൻതൂക്കം, അതിലൊരു സംശയവുമില്ല. ഈ ലോകകപ്പിലെ കപ്പടിക്കാനുള്ള ഫേവറേറ്റ്സ് ഫ്രാൻസ് തന്നെയാണ്. ഗിഫ്റ്റിയുടെ അഭിപ്രായം എന്താണ്? കാരണം ഗിഫ്റ്റി ആലോചിക്കുന്നത് ഫ്രാൻസ് വരണോ സ്പെയിൻ വരണോ ഞങ്ങൾക്കെതിരെ എന്നുള്ളതായിരിക്കുമല്ലോ ആലോചന. ആരെ മാനസികമായി സ്വീകരിക്കാനാണ് തയ്യാറെടുത്തിരിക്കുന്നത്? ഇപ്പൊ ആര് വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഫ്രാൻസ് ആണ് ഒന്നുകൂടി ഡേഞ്ചർ. സ്പെയിനിനെക്കാട്ടും അറ്റാക്കിംഗ് നിര ഫ്രാൻസിനാണ് കൂടുതൽ. ഇപ്പൊ ഡെംബലെ ആണെങ്കിലും
എംബാപ്പെ ആണെങ്കിലും ഒലീസ ആണെങ്കിലും എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്, നല്ല ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോ അവരെ പിടിച്ചു നിർത്താന്ന് പറയുന്നതായിരിക്കും ഈ വേൾഡ് കപ്പിൽ ഏറ്റവും പാടുള്ള ഒരു കാര്യം. അപ്പോ സ്പെയിനിലാണെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന പറഞ്ഞ ജോസഫ് പറഞ്ഞ 3 മിഡ്ഫീൽഡാണ്. റോഡ്രിയും അതുപോലെ തന്നെ ഓൾമോയും അതുപോലെ പെഡ്രി അല്ലെങ്കിൽ ഫാബിയാൻ ലൂയിസും. ഈ 3 മിഡ്ഫീൽഡിലാണ് സ്പെയിനിന്റെ കളി മൊത്തം ഇരിക്കുന്നത്. അപ്പോ ഇതുവരെ ഫ്രാൻസ് ഡിഫൻസിന് അങ്ങനെ പരീക്ഷണങ്ങളൊന്നും ഈ ടൂർണമെന്റ് വന്നിട്ടില്ല, വളരെ കുറവാണ്. അപ്പോ സെമി ഫൈനലിൽ എന്തായാലും യമാലൊക്കെ പഴയ ഫോമിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചുറി ആയിരുന്നു, അതിനുശേഷം ഇന്നത്തെ മാച്ചൊക്കെ ഉണ്ടായ നല്ല ഡ്രിബ്ലിങ്ങും പല മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു യമാലിന്റെ നല്ലത്. അപ്പൊ അതുകൊണ്ട് സ്പെയിൻ ആണെങ്കിലും ഒട്ടും എളുപ്പമായിരിക്കില്ല, പക്ഷെ ഒരു നല്ല മത്സരം കാണാം. മുൻതൂക്കം എന്തായാലും ഞാൻ ഫ്രാൻസ് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഫ്രാൻസിന് സാധ്യത കൂടുതലുണ്ട് എന്നുള്ള ഒരു നിഗമനം കൊണ്ടുവരുന്നുണ്ട്. ഇനി ഈ ഫ്രാൻസിന്റെ ആ മുൻതൂക്കത്തെ അത് തടയണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സ്പെയിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫുട്ബോൾ ശൈലി അതിപ്പോൾ എന്താ പറയുക, ഒരു ഹൈബ്രിഡ് ശൈലി പോലെയാണല്ലോ അവർ കളിക്കുന്നത്. ടിക്കി ടാക്കൊക്കെ മാറി അതിപ്പോൾ ഒരു ഹൈബ്രിഡ് രീതിയിൽ തന്നെ അവർ കളിക്കുന്നു. പ്രഷർ ചെയ്ത് കളിക്കുന്ന ഒരു പുതിയ സ്പാനിഷ് രീതി അവലംബിക്കുന്നുണ്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ നാളുകളായിട്ട് സ്പെയിൻ. അപ്പോൾ ജോസഫ്, ഈ സ്പെയിൻ്റെ ഈ രീതിയിൽ മാറ്റമുണ്ടാകുമോ? ഈ ഫ്രാൻസിൻ്റെ അതിവേഗതയും സ്പെയിൻ്റെ ഈ ഒരു ഹൈബ്രിഡ് രീതിയും കൂടെ ചേരുമ്പോൾ എന്തായിരിക്കും അവിടെ ഒരു എങ്ങനെയായിരിക്കും ആ ഫ്രിക്ഷൻ ഉണ്ടാവുക? അത് ഫ്രാൻസിന് പന്ത് കൊടുക്കാതിരിക്കുക എന്നുള്ള മിഡ്ഫീൽഡ് എന്തായാലും സ്പെയിൻ ഡോമിനേറ്റ് ചെയ്യാനാണ് സാധ്യത. ഗിഫ്റ്റ് പറഞ്ഞതുപോലെ ഡാനി ഓൾമോ എന്നുള്ള ഒരു പ്ലെയർ വളരെ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ എന്നാലും ഒരു നിർണായക റോള് വഹിക്കുന്ന ഒരു താരമാണ്. പെഡ്രി അത്ര ഫോമിലല്ല, പക്ഷെ ഫാബിയൻ റൂയിസ് കഴിഞ്ഞ കളിയിൽ കിട്ടിയ അവസരം നന്നായി മുതലാക്കി. അപ്പൊ അവർ രണ്ടുപേരിൽ ആര് കളിക്കുന്നുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഇവരിൽ ആരായാലും റോഡ്രിക്ക് നല്ല സപ്പോർട്ടാണ്. ഡാനി ഓൾമോ കളിക്കുന്ന നമ്പർ 10 റോളിൽ നന്നായിട്ട് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. നമ്മള് ജൂഡ് ബെല്ലിംഗാം ഗോൾ അടിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു. അദ്ദേഹം കളിക്കുന്ന അതേ റോളാണ് ഡാനി ഓൾമോയും അവിടെ കളിക്കുന്നത് സ്പെയിനിന് വേണ്ടി. അപ്പോൾ ഡാനി ഓൾമോയുടെ ആ ഒരു ഇമ്പാക്ട് എങ്ങനെയാണ് അവർക്ക് ഗോൾ അടിക്കാൻ സാധിക്കുമെങ്കിൽ അതിന്റെ ബിൽഡപ്പിൽ ഡാനി ഓൾമോയുടെ ഒരു പങ്ക് മുഖ്യമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ റൈറ്റ് ഫ്ലാങ്ക് സൂക്ഷിക്കുക ലമീൻ യമാലും അതുപോലെ പെഡ്രോ പോറോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും അധികം അവസരങ്ങൾ സൃഷ്ടിച്ച വിങ് ബാക്കുകളിൽ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെയിനിന്റെ ഗോൾ അടിക്കാൻ സ്പെയിനിന് പറ്റിയാൽ അവർക്കൊരു മുൻതൂക്കം ഉണ്ടാവും. കാരണം പന്ത് കൊടുക്കാതെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. മനു കോണെ നല്ല ഫോമിലാണ്. ഷുവാമിനയുടെ ഫിറ്റ്നസിൽ ഒരു സംശയമുണ്ട് ഫ്രാൻസിന്റെ നിരയിൽ നോക്കുമ്പോൾ. റാബിയോ അത്ര ഒരു എന്താ പറയാ ഇവരോട് കടപിടിക്കാൻ പറ്റിയ ഒരു മിഡ്ഫീൽഡർ ആണോ എന്നുള്ള, പ്രത്യേകിച്ച് പ്ലേ മേക്കർ ആണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. അത് കുറച്ച് കാലമായിട്ടുള്ളതാണ്. അത് മാറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് പലപ്പോഴും ബിഗ് മാച്ചസിൽ കണ്ടിട്ടില്ല. ചെറിയ മാച്ചസിലൊക്കെ പുള്ളി അത്യാവശ്യം നന്നായി കളിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സാധ്യത മിഡ്ഫീൽഡിൽ കളി അടക്കി പിടിച്ചു കഴിഞ്ഞാൽ, പന്ത് കൊടുക്കാതിരുന്നാൽ, ആ ഹൈബ്രിഡ് ശൈലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, പൊസിഷൻ നിലനിർത്തുകയും അതുപോലെ പെട്ടെന്നുള്ള ട്രാൻസിഷനിൽ കൂടെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സ്പെയിന് തന്നെയാവും ആ മിഡ്ഫീൽഡിൽ കൂടുതൽ പന്ത് പിടിക്കുക. പക്ഷേ ഫ്രാൻസിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നിമിഷ നേരം കൊണ്ട് അവർക്ക് ഗോൾ അടിക്കാൻ പറ്റും, അവസരം സൃഷ്ടിക്കാൻ പറ്റും. ഈ മത്സരം ആര് ജയിക്കുന്നോ അവർ കപ്പടിക്കാനാണ് സാധ്യത. ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വാർട്ടർ ഫൈനലിൽ കഴിഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു. ഗിഫ്റ്റ് അത് എതിർക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്താണെങ്കിലും ഗിഫ്റ്റ് ഞാൻ എതിർത്തു കഴിഞ്ഞു. തീർച്ചയായും നമ്മളൊരിക്കലും നമ്മളെ ടീമിനെ വിട്ടിട്ട് വേറെ ടീം പിടിക്കില്ലല്ലോ. ശരി, ഞാനേ ഒറ്റയ്ക്കൊരു സിനാരിയോട് ചോദിക്കട്ടെ. അതായത് ഗിഫ്റ്റി, സ്പെയിനും ഫ്രാൻസും അതൊരു എക്സ്ട്രാ ടൈമിലേക്കോ അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ പോകേണ്ടി വന്നാൽ അവിടെ ഒരു ആധിപത്യം, മേധാവിത്വം ആർക്ക് കിട്ടുമെന്നാണ് കരുതുക? എക്സ്ട്രാ ടൈമിലോട്ടോ അതോ പെനാൽറ്റിയിലോട്ടോ? എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ആയിരിക്കും കുറച്ചുകൂടി ആധിപത്യം ജയിക്കാൻ വേണ്ടി. ഈ 90 മിനിറ്റിൽ സ്പെയിൻ ജയിച്ചാൽ മാത്രമേ സ്പെയിന് ജയസാധ്യത കൂടുതൽ ഞാൻ കാണുന്നുള്ളൂ. അതെന്ന് വെച്ചാൽ ഫ്രാൻസ് എപ്പോ ആണെങ്കിലും ഡേഞ്ചർ സൃഷ്ടിക്കാനുള്ള ടീമാണ്. അത്രയും ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പൊ ഇറങ്ങുന്നവരാണെങ്കിലും ഭയങ്കര ഡേഞ്ചറാണ്. ബർക്കോള ആണെങ്കിലും അതുപോലെ ഡുവ ആണെങ്കിലും ഭയങ്കര ഡേഞ്ചറാണ്. എപ്പോ ആണെങ്കിലും എന്ത് സൃഷ്ടിക്കാനുള്ള സ്കോഡും ഉണ്ട്, ബെഞ്ച് സ്ട്രെങ്ത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രാ ടൈമോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലും എനിക്ക് ഫ്രാൻസിനാണ് സാധ്യത കൂടുതൽ. ഈ ഒരു 90 മിനിറ്റ്സ് ആണ് സ്പെയിന്റെ പറഞ്ഞ അവര് പന്ത് ആധിപത്യത്തോടെ ബോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാൻസിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ സ്പെയിന്റെ റോഡ്രി ഡിഫൻസീവ് അറ്റാക്കിൽ ഒരേപോലെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഭയങ്കര ഇന്റലിജന്റ് ആണ്. ടീമിനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ കേൾപ്പുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് മിഡ്ഫീൽഡർ ആണ് ഇപ്പോഴത്തെ വേൾഡില്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്പെയിൻ കളിച്ചു കഴിഞ്ഞാൽ 90 മിനിറ്റിൽ ജയിക്കണം.
അതല്ലെങ്കിൽ വളരെ ഇതേ ബുദ്ധിമുട്ടാണ് അഭിപ്രായം തന്നെയാണോ ജോസഫിനുള്ളത്? സ്പെയിൻ 90 മിനിറ്റിൽ തീർത്താൽ തീർത്തു, അല്ലെങ്കിൽ ഫ്രാൻസിന് സാധ്യത എഡ്ജ് കൂടും എന്നുള്ളതാണോ? പെനാൽറ്റിയിലേക്ക് പോയാൽ അവിടെ ഫ്രാൻസിനാണ് സാധ്യത. 120 മിനിറ്റ്സിലും ഞാൻ സ്പെയിൻ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. കാരണം സ്പെയിൻ ഫ്രാൻസിനെ ഇട്ട് കുറെ ഓടിക്കും. വിത്ത് ഓഫ് ദ ബോൾ അവർക്ക് കുറെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പൊസഷൻ സ്പെയിൻ നിലനിർത്തും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അധികം ടയേർഡ് ആവില്ല. 90 മിനിറ്റ്സ് ആണെങ്കിലും 120 മിനിറ്റ്സ് ആണെങ്കിലും അവിടെ സ്പെയിൻ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അവർ ഗോൾ ആരടിക്കും എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ലമീൻ യമാൽ ഫോമിലേക്ക് എത്തണം. കഴിഞ്ഞ കളിയിൽ ഒരു ഫോമിന്റെ ഒരു സൂചന കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ 120 മിനിറ്റ്സ് വരെ ഞാൻ സ്പെയിനെ എഴുതി തള്ളില്ല. പക്ഷേ ഫ്രാൻസിന്റെ ആ ഒരു ഗോൾ അടിക്കാനുള്ള മികവ് അത് നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ അവസരങ്ങളിൽ പോലും അവർ ഗോൾ അടിക്കും. എന്നാലും 120 മിനിറ്റ്സ് വരെ സ്പെയിന്റെ സാധ്യത നിലനിൽക്കുന്നു. റൈറ്റ്. ഇനി ഞാൻ പോകുന്നത് അർജന്റീന ഇംഗ്ലണ്ട് രണ്ടാം സെമി ഫൈനലിലേക്കാണ്. ഞാൻ അർജന്റീന ആരാധനയിൽ തന്നെ തുടങ്ങാം. ഗിഫ്റ്റി, ഈ അർജന്റീന ടീമിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ അൽമാഡയുടെ വരവ്, ഒപ്പം ലോപ്പസ്, ഇവരൊക്കെ, പിന്നെ യൂലിയൻ, ഇവരൊക്കെ ഒരു വല്ലാത്ത പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷേ പ്ലേയിങ് 11 സ്റ്റിക്ക് ഓൺ ചെയ്തു സ്കലോണിന്ന്. പക്ഷേ ഈ വിമർശനം ഒരുപാട് സ്കലോണിക്ക് കേട്ടുണ്ടോ ഇന്നത്തെ മത്സരശേഷം? അതേ സമയത്ത് തന്നെ ഇപ്പോൾ ആസിം വെങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് പ്രശംസിക്കുന്നത് കണ്ടു. സ്കലോണിയുടെ തീരുമാനങ്ങളാണ് ആ മത്സരം ജയിപ്പിച്ചത്, കളത്തിലെ ജയത്തേക്കാൾ ഉപരിയെന്ന്. എന്താണ് ഗിഫ്റ്റിയുടെ അഭിപ്രായം? ഈ സെമി ഫൈനലിൽ ഒരു നിലവിൽ പോകുന്ന ടീമിനെ മാറ്റിക്കൊണ്ടൊരു പുതിയ പ്ലേയിങ് 11 കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ സ്കലോണി? ഇല്ല, ഒരിക്കലും ഒരു ഫസ്റ്റ് 11 വിളിച്ചിട്ട് ഒരു പുതിയ ടീം ഉണ്ടായി കഴിഞ്ഞാൽ അവർ അത്ര വട്ടം സെറ്റ് ആവാൻ സാധ്യത വളരെ കുറവാണ്. ഒരിക്കലും സ്കലോണി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സ്കലോണി എടുക്കുന്ന ഒരു ഫസ്റ്റ് 11 തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ സ്കലോണിന്റെ സെക്കൻഡ് ഹാഫ് ചേഞ്ചുകളാണ് കളിയുടെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നത്. ഗോൺസാലോസും അതുപോലെ തന്നെ ലൗതാരോ മാർട്ടിനസും വരുമ്പോഴാണ് ഇപ്പൊ 4-4-2 അർജന്റീന തുടങ്ങുന്നത്. അതിനുശേഷം ആ രണ്ട് വിൻബാക്കിനെ ചേഞ്ച് ചെയ്തതിനു ശേഷമാണ് ഗോൺസാലോസ് നടക്കുന്നത്. അപ്പൊ ഒരു വിൻബാക്ക് റോളിലാണ് കളിക്കുന്നത്. കൂടുതലും 3-5-2 അങ്ങനെ ആ സിസ്റ്റത്തിനോട് മാറി കഴിഞ്ഞാൽ അറ്റാക്കിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കും. അതൊരു 80 മിനിറ്റിന് ശേഷമാണ് ഈ ഒരു കളി വരുന്നത്. അപ്പൊ കൂടുതൽ ഇപ്പൊ അർജന്റീന നോക്കിയാൽ 80 മിനിറ്റിന് ശേഷമാണ് അർജന്റീന ശരിക്കും ഒരു പെർഫോമൻസിലോട്ട് വരുന്നത്. അതുവരെ അർജന്റീന ഗോൾ അടിച്ചാലും അർജന്റീന വളരെ ഡിഫൻസിലോട്ട് ഓറിയന്റഡ് നടക്കുന്ന രീതിയാണ് കാണുന്നത്. പക്ഷെ 80 മിനിറ്റിന് ശേഷം വേറെ രീതിയിൽ മെസ്സി ആണെങ്കിലും കുറച്ച് ഫോം കൂടും. എല്ലാ പ്ലേയേഴ്സും കുറച്ചുകൂടി ഒരു മോറലി അപ്പാവും. എനിക്കൊരു കാരണം ഒന്ന് യൂണിറ്റി നല്ലോണം ഉണ്ട്. ഇപ്പൊ കോച്ചായിട്ടും പ്ലേയേഴ്സ് ആയിട്ടും നല്ലൊരു യൂണിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ അവര് വിട്ടുകൊടുക്കാനൊന്നും തയ്യാറല്ല. ഇപ്പം ഫൈറ്റ് ചെയ്യാൻ അവര് ടീം ഒന്നായിട്ട് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ തോന്നുന്നത് എനിക്ക്. ജോസഫ്, ഈ മൊളീനയുടെ കാര്യത്തിലും മറ്റൊന്ന് റോഡ്രിഗോ ഡീപോൾ, ഈ രണ്ടുപേരുടെ പെർഫോമൻസിലാണ് ഞാൻ സംശയം രേഖപ്പെടുത്തുന്നത്. ഇവരുടെയും പൊസിഷൻ സേഫ് ആണെന്നാണോ? റോഡ്രിഗോ ഡീപോളിന്റെ കാര്യത്തിൽ ഇതിനോടകം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ. അവിടെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കുറവാണ് എന്നുള്ളതാണ് ശരിക്കും. ഒരു പ്രോപ്പർ വിങ്ങർ ഉണ്ടോ അറ്റാക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വിങ് ബാക്ക് ഉണ്ടോ അറ്റാക്ക് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു വിങ് ബാക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്കലോണിക്കോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള സ്ക്വാഡിൽ നിന്നും പുള്ളി ഉത്തരം കണ്ടെത്തുകയാണ്. ഇനി സിമിയോണെ അവിടെ പരീക്ഷിക്കണമോ എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ശ്രമിക്കാം. പക്ഷെ ഒരിക്കലും റോഡ്രിഗോ ഡീപോളിനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ അങ്ങനെ വലിയ മാറ്റം വരത്തില്ല. വേണമെങ്കിൽ പിന്നെയും ഫുൾ ബാക്കിൽ മൊളീനെ മാറ്റി മോണ്ടിയലിനെ പരീക്ഷിക്കണമെങ്കിൽ ചെയ്യാം. എന്നാൽ പോലും ഇങ്ങനെ ഒരു ബിഗ് മാച്ചസിന് മുമ്പ് ഒരു സെറ്റായ ടീമിനെ പൊളിക്കാൻ സാധ്യതയില്ല. പിന്നെ ഈ അവസാന 10 മിനിറ്റ് വരെ കളി പോകുമോ എന്നുള്ളൊരു ചോദ്യം, അതിനു മുമ്പേ ഇംഗ്ലണ്ടിന് തീരുമാനമാക്കാൻ പറ്റുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും. കാരണം അർജന്റീന എണീക്കുന്നതിന് മുമ്പേ കളി തീർത്തു കഴിഞ്ഞാൽ ശരി, രക്ഷപ്പെട്ടല്ലോ. ഇതുവരെ കളിച്ച ടീമുകൾ പോലെ അല്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ യൂണിറ്റി എന്നുള്ള ഒരു ഫാക്ടർ അത് വളരെ വലുതാണ്. ഇപ്പം ഇന്നത്തെ മത്സരത്തിന് ശേഷം ജൂഡ് ബെല്ലിംഗ്ഹാം പ്രസ് കോൺഫറൻസിൽ തുഷേൽ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ, കളിച്ചാലേ അറിയത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് അവിടെ അപസ്വരങ്ങളുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. എന്താണെങ്കിലും കാത്തിരിക്കാം. ഇനി ഞാൻ ഈ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിലേക്കാണ്. ഡിഫൻസാണ് ഇംഗ്ലണ്ട് അല്പം തലവേദന പിടിച്ച കാര്യമായിട്ട് നിൽക്കുന്നത്. അവിടെയാണ് ലയണൽ മെസ്സിക്കോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലെത്തുന്ന ലൗതാരക്കോ അല്ലെങ്കിൽ ഇപ്പോൾ യൂലിയൻ്റെ ആ ഗോൾ അത് ബ്രില്യൻ ഗോളാണ്. അപ്പോൾ അത് നൽകുന്നൊരു ആത്മവിശ്വാസമൊക്കെ ചെറുതാവില്ലല്ലോ. അപ്പോൾ ഈ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിലേക്ക് എന്താണെങ്കിലും വിങ്ങുകളിലൂടെ കയറാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അർജന്റീനയുടെ ഇതുവരെയുള്ള മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് ഓരോ മത്സരം കഴിയുമ്പോഴും എന്നുള്ളതും സംശയമില്ല. പക്ഷേ ഈ ഡയഗണലി തന്നെ കയറി പോകാനുള്ള ഒരു ശ്രമത്തിൽ എത്രമാത്രം പ്രതിരോധിക്കാൻ കഴിയും ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിന് ഗിഫ്റ്റി?
തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇപ്പൊ മെസ്സി അത് ഇപ്പൊ ഇത്രയും കാലം മെസ്സി മാത്രമാണ് ഗോൾ അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ മൈക്കൽ അടിച്ചു, ലൗട്ടാറോ മാർട്ടിനസ് അടിച്ചു, അതുപോലെ ജൂലിയൻ ലെവസ് അടിച്ചു. അപ്പോ ഇപ്പൊ മെസ്സി ഒന്നും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല, ആര് വേണമെങ്കിൽ ഗോൾ അടിക്കും. അപ്പൊ അത് നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ മെസ്സി ഇപ്പോ എല്ലാ ബാക്കി പ്ലേയേഴ്സിനും കളിക്കാൻ വേണ്ടി ഒരു ലോക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പൊ മെസ്സി എന്റെ വിങ്ങിലോട്ട് മാറിയുന്ന മെസ്സിന്റെ കൂടെ ഒരു പ്ലെയർ മെസ്സി അവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോ ലൗട്ടാറൊക്കെ ആണെങ്കിലും അൽവാരസിനാണെങ്കിലും പോവാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട്. അപ്പൊ ഇംഗ്ലണ്ടിന് എന്തായാലും എനിക്ക് ആ ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അർജന്റീന അറ്റാക്ക് ചെയ്യും. അപ്പൊ എന്തായാലും ഇംഗ്ലണ്ടിന് ഒരു പേടി എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. ഒന്ന്, നമ്മൾ ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആണ്, അതുപോലെ മെസ്സിയാണ് ഓപ്പോസിറ്റ് ഉള്ളത്. മെസ്സി 90 മിനിറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാവും. അത് ഓപ്പോണന്റ് ടീമൊക്കെ അറിയാം, അർജന്റീനയ്ക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും അറ്റാക്ക് മെസ്സിയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം കളിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി അവരുടെ ഡിഫൻസ് പൊളിയാൻ സാധ്യത കൂടുതലാണ്. അവരാണെങ്കിൽ അത്ര ഓർഗനൈസ് ഡിഫൻസ് ഒന്നും അല്ല. എന്തായാലും നല്ല അറ്റാക്ക് വന്നാൽ ഈസി ആയിട്ട് ബീറ്റ് ആയി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ വിങ്ങിൽ കൂടെ ആണെങ്കിലും സെന്ററിൽ കൂടെ ആണെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കിട്ടുമെന്നാണെങ്കിൽ ഇനി ജോസഫ്, ഇതിൽ രസകരമായിട്ടുള്ള കാര്യം ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ലോകകപ്പ് 2006. ഇതുവരെ ഇംഗ്ലണ്ടിനെതിരെ രാജ്യാന്തര മത്സരം കളിച്ചിട്ടില്ല. അതായത് സെമി ഫൈനലിലാണ്, അവസാന ലോകകപ്പിലെ സെമി ഫൈനലിലാണ് മെസ്സിക്ക് ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറ്റം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മെസ്സി ആ ഇംഗ്ലണ്ട് ടീമിൽ ഓപ്പോസിറ്റ് കളിച്ചിട്ടുണ്ടാവുക ക്ലബ് തലത്തിൽ പോലും മിക്കവാറും ഹാരി കെയ്ൻ മാത്രമാകാനാണ് സാധ്യത. മറ്റൊരാളുമായി മത്സരിച്ചിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പുതിയ സിനാരിയോ ആണ് അർജന്റീന ടീമിനും ലയണൽ മെസ്സിക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ഇന്ന ആൾക്കാരുടെ കാര്യങ്ങൾ. അതെങ്ങനെയായിരിക്കും ഒരു ആ മത്സരത്തിൽ അത് അഫക്ട് ചെയ്യുക? എങ്ങനെയായിരിക്കും അത് രസകരമായി വരിക? അർജന്റീന ഇംഗ്ലണ്ട് ഒരു കാലത്ത് ഒരു ഏറ്റവും വീറും വാശിയുമേറിയ റൈവലറി ആയിരുന്നു. പ്രത്യേകിച്ചും ആ ഒരു 98 തുടങ്ങി 2005 വരെയുള്ള കാലഘട്ടത്തിൽ കളിച്ച മത്സരങ്ങളെല്ലാം എപ്പോഴാ തലമുണ്ടാവുന്നതെന്ന് നോക്കിയിരിക്കുമായിരുന്നു. അതിനൊരു ശാന്തത കിട്ടി വരികയാണ്. അപ്പോൾ എന്തായാലും ഇപ്പൊ കുറേ കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. ഇപ്പൊ മെസ്സിയെ ഒരിക്കലും നമുക്ക് മാർക്ക് ചെയ്ത് ഗെയിമിൽ നിന്ന് ഔട്ടാക്കാൻ പറ്റില്ല. ഇന്ന് സ്വിറ്റ്സർലൻഡ് നന്നായി കളിച്ചു എന്ന് പറയുമ്പോഴും അവസാന മിനിറ്റുകളിൽ അവർക്ക് പറ്റിയൊരു പാളിച്ച, മറ്റുള്ളവർക്ക് ഗോൾ അടിക്കാനുള്ള സ്പേസ് കിട്ടിയത് മെസ്സിയിലേക്ക് കൂടുതൽ ഫോക്കസ് പോകുമ്പോൾ മറ്റുള്ളവർക്ക് സ്പേസ് ഓപ്പൺ ആയി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സാധ്യത നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. അത് എത്ര പേര് മാർക്ക് ചെയ്താലും മെസ്സിയുടെ മാജിക്കിന് അങ്ങനെ ഒരു പരിമിതികളും ഇല്ല. അദ്ദേഹത്തിന് എപ്പോ വേണമെങ്കിലും ആ മാജിക്ക് പുറത്തെടുക്കാമെന്നുള്ള വസ്തുതയുമുണ്ട്. അത് രണ്ട് ടീമുകൾക്കും വ്യക്തമായിട്ട് അറിയാം. ഇനി മറുവശത്ത് ഹാരി കെയ്ൻ വെക്കേറ്റ് ചെയ്യുന്ന സ്പേസ് ആണ് എപ്പോഴും ജൂഡ് ബെല്ലിംഗാം മുതലെടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവർ തമ്മിലുള്ള ആ ഒരു പരസ്പര ധാരണ പലപ്പോഴും ഒരു ഡിഫറൻസ് മേക്കർ ആവുന്നുണ്ട് ഇംഗ്ലണ്ടിന്. ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഇന്ന് ആദ്യ പകുതിയിൽ നന്നായി വെള്ളം കുടിച്ചു. മധുവയ്ക്കൊക്കെ ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് ചെയ്യുന്നതെന്ന്. ഡിഫൻസിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം മിസ്റ്റേക്കുകൾ. ജോൺ സ്റ്റോൺസ് ഓൾമോസ്റ്റ് ഒരു സൂയിസൈഡൽ മിസ്റ്റേക്ക് ബോക്സിൽ ചെയ്തു. അതുപോലെ നോർവേക്ക് ഒരു 2-on-1 അറ്റാക്ക് ഉണ്ടായിരുന്നു. അവിടെ സൊർലോത്ത് ഹാലൻഡിനെ കണ്ടെത്തിയിരുന്നെങ്കിൽ കളി മാറിയേനെ. അപ്പോൾ ഡിഫൻസിൽ ഇംഗ്ലണ്ടിന് തീർച്ചയായും വിള്ളലുകളുണ്ട്. പക്ഷെ മാർക്ക് ഗേഹി നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഇന്ന് പകരക്കാരനായി വന്ന ജെഡ് സ്പെൻസ്, ശരിക്കും ബെല്ലിംഗാം ഇന്ന് 2 ഗോൾ അടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ജെഡ് സ്പെൻസ് ആണ്. അതുപോലത്തെ കളിയാണ് ജെഡ് സ്പെൻസ് വന്ന് കളിച്ചു. ഒത്തിരി ക്രിറ്റിസിസം നേരിടുന്ന പ്ലെയർ ആണ്. പക്ഷെ പുള്ളി കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്ട്, അതുപോലെ ഡാൻ ബേൺ അവസാനം കൊണ്ടുവന്ന ഒരു ഇമ്പാക്ട്, അങ്ങനെ ഇംഗ്ലണ്ടിന് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട്. അത് ഒരു ന്യൂ എനർജി. മോർഗൻ റോജേഴ്സ് എന്ന് പകരക്കാരനായി വന്നു, അദ്ദേഹവും നല്ലൊരു ഇമ്പാക്റ്റാണ് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ അൺപ്രഡിക്റ്റബിലിറ്റി ഒരു സ്ഥലത്ത്, അറിഞ്ഞുകൂടാ എന്നുള്ളൊരു വസ്തുത വേറെ സ്ഥലത്ത്, അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ഡയമെൻഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഒരേ രീതിയിലല്ല അവർ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവർക്ക് എപ്പോഴും ഉണ്ട്. അർജന്റീനയ്ക്ക് ഇല്ലാത്തതും അതാണ്. എന്താണെങ്കിലും ഈ ഇംഗ്ലണ്ടിന്റെ ടീം അംഗങ്ങൾ കഴിഞ്ഞ ദിവസം CK വിനീത് പറഞ്ഞൊരു കാര്യം, നമ്മളെപ്പോഴും ഇംഗ്ലണ്ട് താരങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കും. നമ്മൾ പ്രീമിയർ ലീഗിലെ ക്ലബ് തലങ്ങളിൽ കാണുന്ന ഇംഗ്ലീഷ് താരങ്ങളെ ആ നാഷണൽ ടീമിലേക്ക് എത്തുമ്പോൾ അത്രമാത്രം എക്സ്പെക്റ്റേഷൻ അവർ ഉയരാറുണ്ടോ എന്നുള്ളത് സംശയകരമാണ് പലപ്പോഴും. അതുതന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ലോകകപ്പിൽ നിർണായകമാകുക എന്ന് തോന്നുന്നു. ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ, അത് വ്യാഴാഴ്ച രാത്രി 12:30, ബുധനാഴ്ച 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. താങ്ക് യു സോ മച്ച് ഗിഫ്റ്റി ആൻഡ് ജോസഫ്, രണ്ടുപേരും അവരുടെ വിലയിരുത്തലുകൾ, പ്രതീക്ഷകൾ പങ്കുവച്ചതിന്. ഫുട്ബോളത്തിൻ്റെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.